നമുക്കിന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ? അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഗെറ്റ് റെഡി വിത്ത് മീ നടക്കട്ടെ. ഞാൻ പറയാൻ പോകുന്നത് വേറെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. നമ്മുടെ യൂട്യൂബ് ചാനൽ ശരിക്കും ഒരു ചെറിയ വലിയ ചാനലാണല്ലേ. ഒരു 4.5 ലക്ഷം പേര് നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. വളരെ സന്തോഷമുള്ള കാര്യമാണ്. എന്നിങ്ങനെ അടുത്തറിയാവുന്ന ആൾക്കാരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, ഹേറ്റ് കമൻറ്റ്സ് വരാറുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് കമൻറ്റ്സ് വരാറുണ്ടോ, അതിനെ എങ്ങനെയൊക്കെയാണ് ഡീൽ ചെയ്യാറുള്ളതെന്ന്. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഹേറ്റ് കമൻറ്റ്സും നെഗറ്റീവ്സ് ഒക്കെ വരുന്നത് വളരെ കുറവാണ് കേട്ടോ. പിന്നെ കുറച്ച് അബ്യൂസ് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കമൻസ് ഒക്കെ കാണാറുണ്ട്. പക്ഷേ കുറേയൊക്കെ ഞാൻ ഇഗ്നോർ ചെയ്യും, പിന്നെ കുറേയൊക്കെ റിമൂവ് ചെയ്യാറുണ്ട്. ഒക്കെ തന്നെ വേണ്ടി മാത്രം ഇരിക്കുന്ന കുറച്ച് ആളുകളുടെ കയ്യിൽ നിന്നാണ് അങ്ങനത്തെ ഉള്ള കമൻസ് ഒക്കെ പ്രതീക്ഷിക്കുക. അവരെയൊന്നും ഒരു ലിമിറ്റ് വരെ നമ്മൾ പറഞ്ഞ് നേരെയാക്കാൻ പറ്റുമെന്ന് നമുക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. എനിക്ക് അത്യാവശ്യം ഒരു ഹേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് എൻ്റെ കല്യാണത്തിൻ്റെ സമയത്താണ്. ഞാൻ കല്യാണത്തിൻ്റെ ഡേറ്റ് പറഞ്ഞില്ല, കല്യാണം എവിടെയാണ് നടക്കുന്നതെന്ന് പറഞ്ഞില്ല എന്നൊക്കെയാണ്. എന്നെ വളരെ സ്നേഹിക്കുന്ന, എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ എന്നെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നൊക്കെ. എനിക്കും എൻ്റെ കല്യാണം ഒരു പക്ക ഇൻറ്റിമേറ്റ് വെഡ്ഡിങ് ആയിരുന്നു. ഒരു 80 to 120 അത്രയൊക്കെ ആൾക്കാരടങ്ങുന്ന വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമുള്ള ഒരു കുഞ്ഞു കല്യാണമായിരുന്നു എൻ്റെ. അത്രയും ഇൻറ്റിമേറ്റ് ആയിട്ട് അത്രയും പ്രൈവറ്റ് ആയിട്ട് നടത്താൻ ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഇന്നത്തെ കമൻസ് ഒക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് കേട്ടോ. കല്യാണം ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വരുമോന്ന് പേടിയാണോ, അതോ നീ 4 ആൾ അറിയുന്ന പോലെ വലിയ സെലിബ്രിറ്റി ആണെന്നുള്ളൊരു തോന്നൽ നിനക്കുണ്ടോ, ആരെങ്കിലുമൊക്കെ വന്ന് നിൻ്റെ കല്യാണം കവർ ചെയ്യുന്ന നിനക്കൊരു പേടി ഉള്ളതുകൊണ്ടാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനത്തെ വെറൈറ്റി കമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ജെന്യുവനായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ കല്യാണം ഉണ്ട്, തൊട്ടടുത്ത് തന്നെ നമ്മുടെ കല്യാണം വരും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈവൻ ഇഫ് എൻ്റെ നമ്പർ പോലും സോഷ്യൽ മീഡിയയിലില്ല, എന്നെ അങ്ങനെ ആർക്കും അറിയത്തില്ലെങ്കിൽ കൂടിയും എന്നെ 2-3 ഓൺലൈൻ മീഡിയാസ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ഓഡിറ്റോറിയം എവിടെയാണെന്ന് അറിയണം, ജസ്റ്റ് ഒന്ന് വന്ന് ഷൂട്ട് ചെയ്യാനെന്നൊക്കെ പറഞ്ഞു. നമ്മൾ സ്ഥിരം കാണാറുണ്ടല്ലോ, കല്യാണ ദിവസം ഇവർ ചെയ്തത് കണ്ടോ, അവരെ നോക്കൂ ഇവരെ നോക്കൂ എന്നൊക്കെ പറഞ്ഞ് ടൈറ്റിലൊക്കെ കൊടുത്തിട്ട് വരുന്ന വീഡിയോസ്. അപ്പോൾ അങ്ങനെ 2-3 പേര് വിളിച്ചപ്പോൾ തന്നെ ഞാൻ ശരിക്കും പാനിക്കായി പോയിട്ടോ. എൻ്റെ കല്യാണം അങ്ങനെയൊന്നും എനിക്ക് ആക്കാൻ താല്പര്യമില്ലായിരുന്നു. കല്യാണ ഡേറ്റും ഓഡിറ്റോറിയം ഒക്കെ പറയുന്നത് വളരെ നോർമൽ ആയിട്ടുള്ള കാര്യമാണല്ലോ. ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. പക്ഷെ ഇങ്ങനെ കോളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, ആരോടും പറയണ്ടെന്നുള്ളത്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നും മനസ്സിൽ വിചാരിച്ചുകൊണ്ടൊന്നും അല്ല അങ്ങനെ പറയാതിരുന്നത്. ഞാൻ മനസ്സിലോർക്കുന്ന അതേ വേവ് ലെങ്ത്തിൽ നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയില്ല, എന്നാലും ഇതാണ് കേട്ടോ കാരണം.